ശരിക്കും പറയുന്നത് അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം നമ്മൾ കോളേജ് മാനേജ്മെന്റിനെ ഇപ്പൊ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 4 മാസ കാലയളവിൽ KSUവും യൂത്ത് കോൺഗ്രസും ഈ നിരന്തരമായിട്ടുള്ള ഈ സമര പോരാട്ടത്തിലാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തൊരു സമരമാണ്. നിങ്ങളടക്കം മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇന്ന് അടിയന്തരമായിട്ട് ഇവിടെ നിളയടക്കമുള്ള ആളുകളെ, അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്നറിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ കൂടി വന്നതാണ്. ഇവിടെ ജില്ലാ കമ്മിറ്റി, യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ കമ്മിറ്റി പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിച്ചതിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. നിളയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ള ഒരു സമര പോരാട്ടം നമ്മൾ കഴിഞ്ഞ 4 മാസം മുമ്പ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനെതിരെ നോൺ ബെയിലബിൾ ഒഫൻസിലിട്ട പല വ്യക്തികളും ഇതിനകത്ത് നിന്ന് നിൽപ്പുണ്ട്. അതാണ്, അതിനി ഞങ്ങൾക്ക് വേണം. അതിന് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ജെയ്സനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇനിയും സമരം തുടരും. ഈ മാനേജ്മെന്റ് ഇങ്ങനൊരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്നതിനാണ് ഇങ്ങനത്തെ ഒരു സമരം. ആ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് ഇന്ന് വിജയിക്കുക തന്നെ ചെയ്തു. ഞങ്ങൾക്ക് അവനെ ജെയ്സൺ ജോസഫിനെ ഡിസ്മിസ് ചെയ്തു എന്നാണ് ഇപ്പൊ അറിഞ്ഞത്. പക്ഷേ റിട്ടേൺ ഒരു ലെറ്റർ ആയിട്ട്, ഒരു സർക്കുലർ ആയിട്ട് കിട്ടാതെ ഞങ്ങൾ ഇവിടെ പോകുന്നില്ല. റിട്ടേൺ ഇപ്പൊ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും.